എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ്റെ വരവ് രാഷ്ട്രീയ വിവാദത്തിലേക്ക്. ഈ എമ്പുരാൻ സിനിമയിൽ നിന്ന് 17 ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും അടുത്ത ആഴ്ച മുതൽ റീ എഡിറ്റിംഗ് ചെയ്ത് തിയേറ്ററിൽ കാണാൻ കഴിയുക. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ പോയി എല്ലാവരും ഈ സിനിമ കണ്ടോളി. ഇന്നലെ വരെ സർവത്ര എമ്പുരാൻ മയത്തിൽ ത്രസിച്ചു നിന്ന സൈബർ ലോകം ഇന്നാകെ സിനിമയിലെ രാഷ്ട്രീയം പറഞ്ഞ് ചേരിതിരിഞ്ഞ് പോരാട്ടമാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ നിലപാടുണ്ടോ ഈ സിനിമയെ കുറിച്ചിട്ട്? സിനിമയ്ക്കെതിരെ രംഗത്തൊന്ന് ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ സിനിമ ബി.ജെ.പിക്ക് എതിരാണെന്ന് പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയെ സിനിമയായിട്ട് കാണണമെന്നൊക്കെ ഉള്ളൊരു എന്തെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ? ഇന്നലെ MT രമേശ് പറഞ്ഞില്ലേ, സിനിമയെ സിനിമയായിട്ട് കാണണം പറഞ്ഞില്ലേ? അതാണ് ഞങ്ങളുടെ പാർട്ടിന്റെ വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. പല ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയോ? എന്തിനാ ഓരോന്ന് പറഞ്ഞത്? സമൂഹ മാധ്യമങ്ങളടക്കം യുവമോർച്ച നേതാക്കളടക്കം സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അവരോട് പോയി ചോദിക്കുക. സംസ്ഥാനത്തെ BJP അധ്യക്ഷനാണ്. അപ്പൊ ഞാനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് BJP പ്രവർത്തകർമേൽ അങ്ങേക്ക് അപ്പൊ അവരോട് അപ്പൊ അവരുടെ അതിൽ ഉത്തരവാദിത്വം. MT രമേശ് ഞങ്ങളെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു സിനിമയാണ്, സിനിമയായിട്ട് കാണണം. ഈ വിവാദങ്ങളൊന്നും ആവശ്യമില്ല, വിവാദങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ല, നിങ്ങളാണോ കോമന്ററി ചെയ്യുന്നത്? എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ, ആൻസർ ഉണ്ടോ? എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നല്ല കാര്യങ്ങൾ സംസാരിക്കും. അല്ല സുരേഷ് ഏട്ടാ, ഒറ്റ കാര്യം ഒന്ന് അതായത് ഇപ്പൊ അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതിയുടെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളെടുത്ത് അവരുടെ അടുത്തുനിന്ന് തരാൻ പറ. ഇതെന്താ അവർ കാണിക്കാഞ്ഞ്? The notification contains substances
വിച്ച് ആർ അൺറീസണബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്ക്. ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് നമുക്കിത് സുഗമമായി നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ. അത് നമ്മളല്ല, നാട്ടുകാർ നിൽപ്പുണ്ട്, അവർ നടത്തിക്കോളും. താങ്ക് യു. ഈ ആഴ്ച തന്നെ ഈ സിനിമ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയാകുമ്പോഴത്തേക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്ത് 17 ഭാഗങ്ങൾ കട്ട് ചെയ്ത് കാണാൻ കഴിയുള്ളൂ.